होम्योपैथी बिस्मिल्लाहिर्रहमानिर्रहीम दीबाचा मुखौरा 1960 से पहले की बात है. 1960 മുമ്പുള്ള കാര്യമാണ്. मुझे बार बार सर दर्द की तकलीफ़ हुआ करती थी. എനിക്ക് വീണ്ടും വീണ്ടും തലവേദനയുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു. जिसे अंग्रेज़ी में माइग्रेन और उर्दू में दर्द शकीका कहते हैं. അതിനെ ഇംഗ്ലീഷിൽ മൈഗ്രെയിൻ എന്നും ഉറുദുവിൽ ദർദ് ഷക്കീക എന്നും പറയുന്നു. ये बहुत शदीद दर्द होता है. ഇത് വളരെ ശക്തമായ വേദനയാകുന്നു. जिसके साथ मतली के और आसाबी बेचैनी बहुत होती है. അതിനോടൊപ്പം തലകറക്കം, ഛർദി, അതുപോലെ ഞരമ്പ് സംബന്ധമായ അസ്വസ്ഥത വളരെയധികം ഉണ്ടാകുമായിരുന്നു. मैं कई दिन इस बीमारी में मुब्तला रहता था. ഞാൻ ദിവസങ്ങളോളം ഈ അസുഖാവസ്ഥയിൽ ഉണ്ടാകുമായിരുന്നു. ഇലാജ് के तौर पर ആസ്പിരിൻ ഇസ്തിമാൽ करता. ചികിത്സ എന്ന നിലയിൽ ആസ്പിരിൻ ഉപയോഗിച്ചു. जिसकी वजह से मादा की झली और गुर्दों पर बुरा असर पड़ता. അത് കാരണം ആമാശയത്തിനുള്ളിലുള്ള ആവരണത്തിനും അതുപോലെ കിഡ്നിക്ക് മേലും മോശമായ ഒരു പ്രഭാവം ഉണ്ടാകുമായിരുന്നു. और दिल की धड़कन भी तेज़ हो जाती. അതുപോലെ ഹൃദയസ്പന്ദനവും കൂടുമായിരുന്നു. मेरे वालिद साहब हज़रत मुस्लिम मौद रज़ियल्लाहु अन्हु एक अलोपैथिक दवा സാൻഡോൾ दिया करते थे. എൻ്റെ പിതാശ്രീ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരു അലോപ്പതിക് മരുന്ന് സാൻഡോൾ തരുമായിരുന്നു. ജോ പാകിസ്ഥാൻ में नहीं मिलती थी. അത് പാകിസ്ഥാനിൽ ലഭ്യമല്ലായിരുന്നു. ബൽക്കെ കൊൽക്കത്ത से आती थी. മറിച്ച് അത് കൊൽക്കത്തയിൽ നിന്നും ആണ് വന്നിരുന്നത്. इससे मुझे जल्द आराम आ जाता. ഇതുമൂലം എനിക്ക് പെട്ടെന്ന് തന്നെ സുഖം ലഭിക്കുമായിരുന്നു. एक दफ़ा जब सर दर्द की शदीद तकलीफ़ हुई. ഒരു പ്രാവശ്യം എനിക്ക് തലവേദനയുടെ വളരെയധികം വലിയ ശക്തമായ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ तो हज़रत अब्बाजान के पास सैंडल मौजूद न थी. പിതാശ്രീയുടെ പക്കൽ സാൻഡോൾ ഉണ്ടായിരുന്നില്ല. इसलिए आपने उसकी बजाय कोई होम्योपैथिक दवाई भिजवा दी. അതുകൊണ്ട് അദ്ദേഹം അതിന് പകരം ചില ഹോമിയോപ്പതിക് ദവായി കൊടുത്തയച്ചു. मुझे उस वक्त होम्योपैथी पर कोई यकीन नहीं था. എനിക്ക് ആ സമയത്ത് ഹോമിയോപ്പതിയിൽ വലിയ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ തബറുക്കൻ യെ ദവാ ഖാലി. എന്നാൽ അനുഗ്രഹം എന്ന നിലയിൽ ആ മരുന്ന് കഴിച്ചു. मुझे अचानक एहसास हुआ कि दर्द बिल्कुल ख़त्म हो गया है. എനിക്ക് പെട്ടെന്ന് ഒരു ഫീലിംഗ് അനുഭവപ്പെട്ടു. എൻ്റെ വേദന മുഴുവനായി തീർന്നിരിക്കുന്നു. और मैं बेवजह आँखें बंद किए लेटा हूँ. ഞാൻ വെറുതെ ഒരാവശ്യമില്ലാതെയാണ് കണ്ണ് അടച്ചുകൊണ്ട് കിടക്കുന്നത്. इससे पहले कभी किसी दवा का मुझ पर ऐसा गैर मामूली और इतना तेज़ असर नहीं हुआ था.
ഇതിനു മുമ്പ് കബി കിസി ദവ ഒരു മരുന്നും എനിക്ക് എൻ്റെ മേൽ ഇത്ര പെട്ടെന്ന് മുജ്പർ ഐസ പെട്ടെന്നും വളരെ അതിശയകരമായ രീതിയിലും എൻ്റെ മേൽ പ്രഭാവം ചെലുത്തിയിട്ടില്ല. उसके बाद एक और वाक़या होम्योपैथी में मेरी दिलचस्पी का मौजिब ये बना. അതിനുശേഷം മറ്റൊരു സംഭവം ഹോമിയോപ്പതിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായി. कि जब मेरी शादी हुई तो मेरी अहलिया आसिफ़ बेगम, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഉമ്മുൽ മോമിനീൻ ആസിഫ ബേഗം റഹ്മത്തുള്ളാ को एक पुरानी तकलीफ़ थी. റഹ്മത്തുള്ളാക്ക് ഒരു പഴകിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, രോഗാവസ്ഥ ഉണ്ടായിരുന്നു. ജിസ്ക ഉനോനെ മുജ്സെ സിക്ർ കിയ, അതിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹസ്രത്ത് അബ്ബാജാൻ കെ പാസ് ഹോമിയോപ്പതി की किताबें बहुत थी. അബ്ബാജാൻ്റെ അടുക്കൽ, പിതാശ്രീയുടെ അടുക്കൽ ഹോമിയോപ്പതിയുടെ പുസ്തകം ഒരുപാടുണ്ടായിരുന്നു. मैंने सोचा कि उनमें से कोई दवाई ढूंढता हूँ. ഞാൻ വിചാരിച്ചു അവയിൽ നിന്നും ഒരു മരുന്ന് തിരഞ്ഞെടുക്കാം. अल्लाह ताला का ऐसा तसर्रुफ़ हुआ कि पहली किताब की जिस जगह से मैंने खोला वहाँ एक दवाई नाट्रम्यूर की जो अलामात दर्ज थी वो बिल्कुल वही थी जो आसिफ़ा बेगम ने बताई थी. അള്ളാഹുവിൻ്റെ ഒരു പ്രഭാവം എന്ന് തന്നെ പറയാം. हुआ कि पहली किताब को जिस जगह से मैंने खोला, ആദ്യത്തെ പുസ്തകം അതിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നാണോ ഞാൻ തുറന്നത്, വഹാ ഏക് ദവായി നാട്രമ്യൂർ കി ജോ അലാമാത്ത്, അവിടെ ഒരു മരുന്ന് നാട്രമൂർ എന്ന മരുന്നിൻ്റെ ലക്ഷണങ്ങൾ ദർജ് തീ വോ ബിൽക്കുൽ വഹി തീ, ആ ലക്ഷണങ്ങൾ എക്സാക്ട്ലി വളരെ കൃത്യമായി അത് തന്നെയായിരുന്നു. വഹി തീ ജോ ആസിഫ ബേഗംനെ ബത്തായി തീ, ആസിഫ ബേഗം പറഞ്ഞ അതേ ലക്ഷണങ്ങൾ തന്നെയായിരുന്നു. വോ ദവ മേനെ ഊഞ്ചി താക്കത്ത് മേ ഉനെ ദി, ആ മരുന്ന് ഞാൻ ഉയർന്ന പൊട്ടൻസിയിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഉൻകോ ഉസ്കി ഏക് ഖുറാക്ക് സെ ഹി ഐസാ ആരാം ഹുവ, അദ്ദേഹത്തിന് ഉസ്കി ഏക് ഖുറാക്ക് സെ ഹി, ആ മരുന്നിൻ്റെ ഒറ്റ പ്രാവശ്യത്തെ ഡോസ് കൊണ്ട് തന്നെ ऐसा आराम आया कि फिर कभी वो तकलीफ़ दोबारा नहीं हुई. എത്രത്തോളം സൗഖ്യം ലഭിച്ചു എന്നാൽ അതിനുശേഷം പിന്നീട് ആ ബുദ്ധിമുട്ട് പിന്നെ രണ്ടാമതുണ്ടായിട്ടേ ഇല്ല. उससे मुझे यकीन हो गया कि होम्योपैथी ख्वाह मेरी समझ में आए या ना आए, അതിൽ നിന്നും എനിക്ക് പൂർണ്ണമായ വിശ്വാസമായി. ഹോമിയോപ്പതി ഖ്വാ മേരി സമജ് മേ ആയേ ന ആയേ, ഹോമിയോപ്പതി എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഉസ്കാ ഫായദ ജറൂർ ഹോത്തായ, അതിന് തീർച്ചയായും ഗുണം ഉണ്ട്. और उसमें ज़रूर कुछ हकीकत है, തീർച്ചയായും അതിലൊരു സത്യമുണ്ട്. उसके बाद मैंने हज़रत मुस्लिम मऊद റളിയല്ലാഹു അൻഹു की लाइब्रेरी से, അതിനുശേഷം ഞാൻ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ലൈബ്രറിയിൽ നിന്നും ഹോമിയോപ്പതി കെ ബാരെ മേ കിതാബേ ലേക്കർ പഠന ശുരു കി, ഹോമിയോപ്പതിയെ സംബന്ധിച്ച പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വായിക്കുവാൻ ആരംഭിച്ചു. ബാസ് ഔക്കാത്ത് സാരി രാത് ഉന്നെ പഠിത്ത രഹത്ത, ചില സമയത്ത്
രാത്രി മുഴുവനും അവയെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലംബ അർസ മുത്താലിയ കെ ബാദ്, ഒരു വലിയ അളവിൻ്റെ പഠനത്തിന് ശേഷം, मैंने दवाइयों और उनके मिजाज से वाकफियत, ഞാൻ മരുന്നുകളെപ്പറ്റിയും അതിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും വാക്കഫിയത്ത് ഹാസിൽ की, ഒരു പരിചയം നേടി. और उनके इस्तेमाल और ख़ुसूसियात का अच्छी तरह जहन में नक्शा जमाया. അതിനുശേഷം അവയുടെ ഉപയോഗവും അതുപോലെ അതിൻ്റെ പ്രത്യേകതയും സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ മസ്തിഷ്കത്തിൽ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു. और फिर मरीज़ों का इलाज शुरू किया. അതിനുശേഷം രോഗികളുടെ ചികിത്സ തുടങ്ങുവാൻ ആരംഭിച്ചു. ഹോമിയോപ്പതി സബ് ഹെഡിങ് ഹോമിയോപ്പതി की इजाद. അത് ഇൻഷാ അല്ലാഹ് തുടരുന്നതാണ്.